السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തു നിസായിലെ 45-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ കുറേ വിശദീകരണങ്ങൾ അതിൻ്റെ വന്നു. അതായത് അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് കുറേ ഭാഗം അവർക്ക് നൽകപ്പെട്ടു. യഷ്തറൂന ദലാലത്ത, എന്നാൽ ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് അവർ ജീവിക്കുവാൻ തയ്യാറായില്ല. യഷ്തറൂന ദലാലത്ത, അവർ ദുർമാർഗത്തെയാണ് അതിന് പകരം വാങ്ങിയത്. യുരീദൂന അൻ തദില്ലു സബീല, നിങ്ങളെയും അവർ വഴിതെറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ജൂത ക്രിസ്ത്യൻ ആളുകൾക്ക് അല്ലാഹു തആല വേദഗ്രന്ഥം നൽകിയിരുന്നു. അവർ ആ വേദഗ്രന്ഥം അനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല. അങ്ങനെ അവരെ തിരുത്തുന്നതിനും നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെയും അവർ നിഷേധിക്കുകയും അവർ പിന്തിരിയുകയുമാണ് ചെയ്തത്. അങ്ങനെയുള്ള സത്യനിഷേധികളായ ആളുകൾ ഈ ഭൂമുഖത്ത് ഉണ്ട് എന്നും അതിനെ കരുതിയിരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, വി ആർ ലിവിങ് ദീസ് പ്രൊഫസീസ്ഡ് ഡേയ്സ്, ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വി ആർ ലിവിങ് ദീസ് പ്രൊഫസീസ്ഡ് ഡേയ്സ്, ഈ പ്രവചനം ചെയ്ത ആ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് ലൈക്ക് വൈസ് സച്ച് എപ്പക്സ് ഓഫ് ഈവിൾ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, ഈ ദുർവൃത്തരായ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കാലഘട്ടങ്ങൾ ഷാൽ കം എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ വന്ന് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന ആ പ്രവാചകന്മാരുടെ ശൃംഖല അറ്റുപോകുന്നതിനുള്ള കാരണം അവർ അവസാനം ഈസാ അലൈഹിസ്സലാമിനെ വധിക്കാൻ വരെ തയ്യാറായി എന്നുള്ളതാണ്, കുരിശിൽ കയറ്റുക എന്നുള്ളത്. അങ്ങനെ അവർക്ക് ആ ബ്ലെസ്സിങ്സ് മുഴുവൻ പോയി. എന്നാൽ ഈ ദുർമാർഗികളായ ആളുകൾ ഇന്ന് ഭൂമുഖത്ത് സന്മാർഗികളായിട്ട് ആരെല്ലാം ഉണ്ടോ അവരെയെല്ലാം ആ പാതയിൽ നിന്നും തെറ്റിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇന്ന് ലോകത്തിലെ ജൂത ക്രിസ്തീയ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. യഥാർത്ഥമായ നിലയിൽ അവർ സത്യത്തെ നിഷേധിക്കുകയും ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി ജീവിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ വഴിതെറ്റിക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും അവർ ആസൂത്രണം ചെയ്യുകയും എന്നിട്ട് അവരെല്ലായിടത്തേക്കും കടന്നു കയറുകയും ചെയ്യും ഈ അന്യായമായ പ്രവർത്തനമായിട്ട്.
ഈവൻ ഇൻ ദ മുഹമ്മദൻ കമ്മ്യൂണിറ്റി, അതായത് ഇസ്ലാമിലേക്കും മുഹമ്മദൻ സമുദായത്തിലേക്കും അവരുടെ ഈ കടന്നുകയറ്റം ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഈവിൾ ജ്യൂസ് എന്നാണ് പറയുന്നത്. ഈ മോശപ്പെട്ട അധർമ്മകാരികളായ ഈ ആളുകളുടെ കടന്നുകയറ്റം ഉണ്ടാകാം. അത് മുഹമ്മദൻ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാകും, നമ്മുടെ സമുദായത്തിൽ. എന്നിട്ട് വെരിലി ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് സെഡ്, നമ്മുടെ പ്രിയ പ്രവാചകൻ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചനം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ദ മുസ്ലിംസ് ഷാൽ വൺ ഡേ, ഈ മുസ്ലിങ്ങളെന്ന് പറയുന്നത് ഒരിക്കൽ റീച്ച് സച്ച് എ പോയിൻറ്റ്, അവർ ഒരു പോയിൻറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്, ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ദാറ്റ് ദേ ഷാൽ ഫോളോ ദ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, അവർ ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പിന്തുടരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരായിത്തീരും ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. അത് ജൂത ക്രിസ്തീയ വിഭാഗങ്ങളിൽ എപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാനവരാശിക്ക് നൽകിയ ഗ്രന്ഥത്തെ തള്ളിപ്പറയുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്തു, അതുപോലെ ഈ മുസ്ലിം വിഭാഗത്തിലും അതേ നിറത്തിലുള്ള, അതേ സ്വഭാവത്തിലുള്ള, അതേ രീതിയിലുള്ള ആളുകൾ ഉണ്ടായി വരുമെന്ന്. ഫോളോ ദ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ എവറിത്തിങ് ദാറ്റ് ദേ ഡു. അവരെന്തൊക്കെ ചെയ്തോ, അവരെന്തൊക്കെ കൃത്രിമങ്ങൾ കാണിച്ചോ, ആ കൃത്രിമങ്ങൾ മുഴുവൻ കാണിക്കുന്ന മുസ്ലിങ്ങൾ ഈ ഉമ്മത്തിലും ഉണ്ടായിരിക്കും. ആൻഡ് ഇഫ് ദീസ് പീപ്പിൾ വെയർ ടു ഗോ ത്രൂ ദ ഹോൾ ഓഫ് എ ലിസാർഡ്, ഒരു പല്ലിയുടെ അല്ലെങ്കിൽ ഒരു അരണയുടെ അല്ലെങ്കിൽ ഒരു ഗൗളിയുടെ ദ്വാരത്തിലൂടെ ഈ ജൂത ക്രിസ്ത്യാനികൾ കയറിപ്പോയിട്ടുണ്ട് എങ്കിൽ ദീസ് മുസ്ലിംസ് വിൽ ഫോളോ സ്യൂട്ട്. അവർ, ഈ മുസ്ലിങ്ങളും അവർ ചെയ്തതുപോലെയുള്ള ചതിയും വഞ്ചനയും കൃത്രിമവും എല്ലാം കാട്ടുന്നവരായിത്തീരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവുമെന്നും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം ധർമ്മം നശിക്കുകയും അധർമ്മം കുടികുത്തി വാഴുകയും അവസാനം അവർ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ തള്ളിപ്പറയുകയും ഈ അധ്യാപനം നമ്മുടെ ജീവിതത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അവരുടെ ഈ ജൂത ക്രിസ്തീയ പുരോഹിതന്മാരും അതിൻ്റെ മതമേധാവികളും അതിൻ്റെ അനുചരന്മാരും എന്തൊക്കെ കാണിച്ചോ അതൊക്കെയാ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജൂത ക്രിസ്തീയർ അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയതുപോലെ അവരെന്താ ചെയ്യുന്നത്? അവർ യുരീദൂന അൻ തദല്ലു സബീല, നേർമാർഗത്തിൽ നിന്നും നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് അവരുടെ ശ്രമം. നേർമാർഗം പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കുകയില്ല. ഹസൻ ഖലീഫത്തുള്ള തുടർന്ന് വിശദീകരിക്കുന്നു, വി ആർ ലിവിങ് ദീസ് പ്രൊഫസീസ് ഡേയ്സ്, ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട, ഈ പ്രവചനം ചെയ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓഫ് ദ ഡൂം ഓഫ് മുസ്ലിംസ്, ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കാലക്കേടിൻ്റെ, ശിക്ഷയുടെ, അധർമ്മത്തിൻ്റെ ആ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വഴിയില്ല, രക്ഷയില്ല, എല്ലായിടത്തും അധർമ്മികളെ കൊണ്ട് നിറഞ്ഞുപോയി. ധർമ്മം പറഞ്ഞാൽ, നേർവഴി പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അവർ പല ഭീഷണിയായിട്ടായിരിക്കും അവർ രംഗത്ത് പ്രവേശിക്കുന്നത്. നമുക്ക്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല അനുഭവങ്ങളുള്ളതുകൊണ്ട് നമുക്കിതൊക്കെ വളരെ 100% സത്യമായിട്ട് തോന്നുന്നു. ഞാൻ ഇമാം മഹദിയെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ സമുദായം, ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ സമുദായത്തിലെ എൻ്റെ പള്ളിയിൽ ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരുന്നിടത്ത് അവർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അവിടെ കെട്ടിത്തൂക്കിയിട്ട്, ഈ കവിതയിലൊക്കെ പണ്ട് കെട്ടിത്തൂക്കി എഴുതുമായിരുന്നു, അതായത് ഈ കവിതകൾ ഇതുപോലെ കെട്ടിത്തൂക്കിയിട്ട് ജമാലിനെയും ജമാലിൻ്റെ കുടുംബത്തെയും. പിന്നീട് അവർ പറഞ്ഞത്, ആ മരിക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം അവനൊക്കെ എവിടെ കൊണ്ടുവന്നാണ്. ഇവിടെ സത്യവിശ്വാസികൾ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണ് സത്യനിഷേധികൾ. അവരുടെ വീര്യം എന്താണെന്നും അവരുടെ കഴിവ് എന്താണെന്നും അവരെന്താണെന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്.
ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ അള്ളാഹിൻ്റെ ആളുകളായി നോക്ക്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നിറവേറ്റും. പക്ഷേ നിങ്ങൾ അള്ളാഹിൻ്റെ ആളുകളാവണം. ഇത് അള്ളാഹിൻ്റെ അല്ല ആകാതിരിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 2-3 തലമുറകൾക്ക് പ്രകാശം ചൊരിയുന്ന ഒരു ഇടമായി ഭാരതത്തിലെ നൂറുൽ ഇസ്ലാം മസ്ജിദ് കേന്ദ്രമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ആരും ഇല്ല, നോക്കുന്നില്ല, കാണുന്നില്ല എന്നൊന്നും ധരിക്കേണ്ട. അവിടെ നിന്ന് വരുന്ന പ്രകാശമാണ് ലോകത്തിന് വെളിച്ചമായിട്ട്, ഭാരതത്തിന് വെളിച്ചമായിട്ട് വരാൻ ഈ നൂറ്റാണ്ട് മറ്റെവിടെ വെളിച്ചമിരിക്കുന്നത്. ഈ വെളിച്ചത്തിനെ കെടുത്തിക്കളയാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് ലോകം. ഹസരത്ത് ഖലീഫത്തുള്ള എന്ന് പറയുക, നമ്മൾ ഈ പ്രവചനം ചെയ്ത ഇത്തരത്തിൽ ഈ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ജൂത ക്രിസ്തീയരായ ആളുകൾ അവരുടെ ദീനിനെ നശിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ, ഇസ്ലാമിൻ്റെ വേഷം ധരിച്ച, ഇസ്ലാമിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ഈ അധർമ്മകാരികൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഇൻ എവറിത്തിങ് ദാറ്റ് ദേ ഡു, അവരെന്തൊക്കെ ചെയ്തോ, അവരെന്തൊക്കെ കൃത്രിമം കാണിച്ചോ, അത് മുഴുവൻ എൻ്റെ ഉമ്മത്തിലും ഇവിടെയും അവർ ചെയ്യും. ദീസ് ഡേയ്സ് ഷാൽ ബി ഓൺ ഗോയിങ്. ഈ ദിനങ്ങളെന്ന് പറയുന്നത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ അധർമ്മികളുടെ ലോകവും ജീവിതവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ദ ഇറാസ് ഓഫ് പ്രോഫറ്റ്സ് ഓഫ് അല്ലാഹ്, അതുപോലെ അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ കാലഘട്ടങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അധർമ്മികളും പോയിക്കൊണ്ടിരിക്കും, അള്ളാഹിൻ്റെ ദൂതന്മാരുടെ കാലഘട്ടവും വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഷാൽ ആൾസോ ബി ഓൺ ഗോയിങ് അൺടിൽ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. വിധിനാൾ വരേക്കും ഈ ധർമ്മസമരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും പോകുന്നത്. ഒരു ഭാഗത്ത് ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ തകർത്തെറിയുന്നതിന് വേണ്ടി ജൂത ക്രിസ്തീയ ആളുകളുടെ പിൻബലത്തോടുകൂടി അവർ കടന്നു കയറാത്ത ഒരു സ്ഥലവും ഉണ്ടായിരിക്കില്ല. ഇസ്ലാമിൻ്റെ പേര് പറയുന്ന എല്ലാ ഭവനങ്ങളിലും എല്ലായിടത്തും അവരുണ്ടാകും. അവരുടെ സംസ്കാരവും അവരുടെ മൂല്യവും ദൈവിക വചനങ്ങളെയും കൽപ്പനകളെയും തള്ളിക്കളയുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടേതായ ഒരു അജണ്ട അവർ നടപ്പിലാക്കും. അത് ഇസ്ലാമുമായിട്ട് ബന്ധമുള്ളതല്ല, അത് അവരുടെ ചിന്തകളിൽ നിന്നും അവരുടെ മനോമുഖരത്തിൽ വരുന്ന അവരുടെ ധാരണകളിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളായിരിക്കും. അവർക്കും അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കും. ഫോർ ദേ ഷാൽ ഹാവ് ദ ടാസ്ക് ടു ബ്രിങ് ബാക്ക് ദി സോ കാൾഡ് മുസ്ലിംസ് ബാക്ക് ടു ദ ഫോൾഡ് ഓഫ് ഇസ്ലാം. അപ്പോൾ വിധിനാൾ വരേക്കും ഈ പ്രവൃത്തി ഇങ്ങനെ തുടരുമ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദൂതന്മാരുടെ ജോലി എന്താ? വീണ്ടും ഇസ്ലാമിലേക്ക് ആളുകളെ മടക്കി കൊണ്ടുവരാൻ. നിങ്ങൾ താണ്ട് ഇന്നതുപോലെ വഴിപ്പെട്ടു പോയിരിക്കുകയാണ്, തെറ്റായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ശരിയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുന്നതിനും വിളിക്കുന്നതിനും വേണ്ടിയാണ് അവരെ പറയുന്നത്, അവരോട് പറയുന്നവരെ വിളിക്കുന്നത്. നമ്മുടെ ബന്ധുസ്വന്തങ്ങളിലുള്ള ആളുകളുടെ അങ്ങോട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കയറിപ്പോയി നോക്കി ഒന്ന് പറഞ്ഞ് ഭയങ്കര കുചേലന്മാരായിട്ട് കിടന്നവന്മാരെല്ലാം ഭയങ്കര കുബേരന്മാരായി മാറി. അവരുടെ അടുത്ത് കണ്ട അള്ളാഹ് ഒരാളിനെ അയച്ചു എന്ന് പറഞ്ഞാൽ അവരപ്പോഴേ പുറംകാലിനടിച്ച് കളയും. പുറംകാലിനടിച്ച് നമ്മളെ കളയുമെന്ന് മാത്രമല്ല, അവസാനം ഈ അള്ളാഹ് അയച്ച ആളിനെ വേണ്ടാന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുകയും ചെയ്യും. അതാണ് അള്ളാഹിൻ്റെ ദീനിനെ ചതിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ, അധർമ്മികളുണ്ടെന്ന് പറയുന്നത്. ഇവരൊക്കെ ജൂതന്മാരെ, പ്രവാചകന്മാരെ തള്ളിപ്പറയുന്നവരാരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. ഇതുപോലെ അള്ളാഹിൻ്റെ ജമാഅത്തിനകത്ത് ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ആളിനെ വിടുമെന്ന് പറഞ്ഞു. അതിനെ തള്ളിപ്പറയുന്നവരാരാ? ജൂതന്മാരും ക്രിസ്ത്യാനികളും. അയ്യോ, എൻ്റെ അണ്ണനാ, എൻ്റെ വൈനിയാ, എൻ്റെ ചിറ്റപ്പനാ, എൻ്റെ മൂത്താപ്പോയ, എൻ്റെ പെരിയത്തായ, അവരാ ഇവരാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അള്ളാഹ് അയച്ച ആളിനെ നിഷേധിച്ച നിഷേധികളാ. ആ നിഷേധികളുടെ അടുത്താണ് പോയി സുജൂദ്. ഒരു അറപ്പുമില്ല, ഒരു മറുപ്പുമില്ല എന്നുള്ളതാണ്. ഈ ആളുകൾക്ക് ചിന്തിക്കുന്നില്ല, വെറുതെ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ഈ ലോകത്ത് ഏതായാലും കുറച്ച് ആൾ ജീവിച്ചിട്ട് അങ്ങ് മരിച്ചു പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങളെങ്കിൽ
ഈ ഈ ഈ ചെറ്റകളുമായിട്ട് ഏ, ഒന്ന് നേരെ പോയി ജീവിക്കാൻ നോക്കി. നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? അത് നമ്മളൊക്കെ ഇങ്ങനെ ഖുർആൻ എടുത്ത് നോക്കുക, ഹസ്ബിയല്ലോ, എനിക്ക് അല്ലാഹെ മതിയേ, നിഅമൽ വക്കീൽ നിഅമൽ മൗല നിഅമൻ നസീർ, എന്തൊക്കെയോ നമ്മൾ പറയുന്നത്. ചുമ്മാ കള്ളത്തരം പറയുക. അവൻ ഏറ്റവും നല്ല അനുഗ്രഹീതനായ രക്ഷാധികാരിയാണ്, അവൻ ഏറ്റവും നല്ല അനുഗ്രഹീതനായ സഹായിയാണ്. നമ്മളാരും അവരെ സഹായിയായിട്ടോ രക്ഷാധികാരിയായിട്ടോ ഇതൊക്കെ വെറുതെ വാവച്ച് പറയുന്ന വെറും കള്ളത്തരങ്ങളാണ്. ഇതുപോലാണ് ഈ മുസ്ലിം സമുദായത്തിലേക്ക് ഇന്ന് കടന്നുകൂടിയിരിക്കുന്നത്. സത്യം പറഞ്ഞു നോക്കണം. പ്രവാചക നിഷേധിയാവാമോ നിങ്ങൾക്ക്? ഇഹലോകത്തിലുള്ള എല്ലാ ആഡംബരങ്ങളും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് പ്രവാചക നിഷേധിയായിരിക്കണം. അള്ളാഹ് ഒരാളിനെ വിട്ടിരിക്കുന്നു, ആ കൽപ്പനകളനുസരിച്ച് ജീവിക്കണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അപ്പോഴറിയാം അവരുടെ തനി നിറം. സമുദായം കെട്ടിപ്പടുത്ത് നിർത്തിയിരിക്കുന്ന അതിൻ്റെ വിലങ്ങുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ തടകൾ എന്തൊക്കെയാണെന്ന് പറയും. പക്ഷേ ഒരു സത്യവിശ്വാസിയും ഒരു സത്യനിഷേധിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കുറച്ച് പീഡനങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പം പറ്റിയെന്ന് വരും. അത് അവർ സന്തോഷത്തോടാണ് അത് ഏറ്റുവാങ്ങുന്നത്. അപ്പം സബ്ദ് ഖലീഫത്തുള്ള പറഞ്ഞ് ദീസ് സോ കാൾഡ് മുസ്ലിംസ് ബാക്ക് ടു ദ ഫോൾഡ് ഓഫ് ഇസ്ലാം. അപ്പോൾ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഇവരെ ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഉദ്യമത്തിലാണ് ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു അയക്കുന്ന ദൂതന്മാരും ആ ദൂതന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരും. അവസരവാദത്തിന് വേണ്ടി കയറി വന്നവരല്ല. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിൽ താങ്കളെ അള്ളാഹുവിൻ്റെ ദൂതനായി, അള്ളാഹുവിൻ്റെ മുജദ്ദിദായി, അള്ളാഹുവിൻ്റെ മുഹീദ്ദീനായി, അള്ളാഹുവിൻ്റെ അമീറുൽ മുഅ്മിനീനായി നിങ്ങളെ നിയമിച്ചിട്ടുണ്ടോ, നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. ആ പേര് പറയുമ്പോൾ തന്നെ പുറങ്ങാലടിച്ചേ വെച്ച് ആ വാലും തലപ്പായും ഇത് കാണുന്നവർ എല്ലാം കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആരെയാണ് ഭയപ്പെടുന്നത്? ആരെയാണ് നമുക്ക് വേണ്ടത്? ഇറ്റ് ഈസ് ദീസ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ഇത്തരത്തിലുള്ള ഈ ആളുകളുണ്ടല്ലോ, ഹു ഡെസ്പൈറ്റ് റിസീവിങ് ദ മെസ്സേജ് ടു കം ബാക്ക് ടു ഇസ്ലാം, ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള ഈ സന്ദേശം അവർക്ക് ലഭിക്കുകയാണെങ്കിലും, ദറ്റ് ഈസ് സബ്മിഷൻ ടു അള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായും കീഴടങ്ങൂ എന്ന് പറയുകയാണ്. ആർ അഡമൻസ്, അവർ ഭയങ്കര ശൗര്യമുള്ളവരായിരിക്കും, വലിയ ഗൗരവമുള്ളവരായിരിക്കും, ദുർവാശിക്കാരായിരിക്കും. ഇൻ ഫോളോയിങ് ദെയർ ഓൺ വെയിൻ ഡിസയേഴ്സ്, അവരുടെ വെയിൻ ഡിസയേഴ്സ്, യാതൊരു പ്രയോജനവുമില്ലാത്ത അവരുടെ ശരീര ഇച്ഛകൾ, വ്യർത്ഥമായ ശരീര ഇച്ഛകൾ അവർ പിന്തുടരുന്നതിൽ അവർ അഡമൻ്റാണ്. അവർ ഭയങ്കര ശൗര്യമുള്ളവരാണ്. ഞങ്ങളിങ്ങനെ പോവും, ഞങ്ങൾ 5 പൈസയും ഞങ്ങൾ കൊടുക്കത്തില്ല, ഞങ്ങൾ ദാനധർമ്മം ചെയ്യത്തില്ല, ഞങ്ങളുടെ ബന്ധസ്വന്തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അങ്ങനെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായ നിലയിൽ മാത്രമേ ഞങ്ങൾ നിലകൊള്ളൂ എന്നുള്ള അഡമൻ്റ് ആയിരിക്കും അവർ. ആ നിലയിൽ ആർ അഡമൻ്റ് ഇൻ ഫോളോയിങ് ദെയർ ഓൺ വെയിൻ ഡിസൈഡ്സ്. അവർക്ക് അവരുടെ ആ ശരീര ഇച്ഛകൾ അവരോട് എന്താണോ പറയുന്നത് അതനുസരിച്ച് അവർ ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹ് പറഞ്ഞത് എന്താ, റസൂലുള്ളാഹി എന്താ പറഞ്ഞത്, സഹാബാക്കൾ എന്താ ചെയ്ത്, നമ്മുടെ രക്ഷാമാർഗം എന്താണ്, അതിനെക്കുറിച്ചല്ല. അവരുടെ ശരീരം, അവരുടെ ഇച്ഛ അവരോട് പറയും ഇന്നതുപോലെയൊക്കെ ചെയ്യുന്നു. ആ പിശാച് ഇതിൻ്റെ ഉള്ളിനകത്തിരിപ്പുണ്ട്. അത് പറയുന്നതനുസരിച്ച് ഈ പാവകൾ കിടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിശാചിന് അടിമ വില ചെയ്തുകൊണ്ട്. ദേ ആർ ദോസ് ഹു ബൈ എറർ. ഈ ആളുകളുണ്ടല്ലോ, അവർ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എറർ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, അധർമ്മം, ഇതെല്ലാമാണ് എറർ എന്ന് പറയുന്നത്. അതവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുക.
ഒരു ശരിയും ഞങ്ങൾ ചെയ്യത്തില്ല, നീ കാലാകാലം. അങ്ങനെ വന്ന് എത്ര പ്രവാചകന്മാർ റബി ദൈവത്ത് കൗമി ലീലമ്മൻ തമ്മെ എൻ്റെ ദാതാ എൻ്റെ ജനങ്ങളെ ഞാൻ രാവും പകലും വിളിച്ചു. അവർ പ്രസവിച്ച് കൂട്ടുന്നതെല്ലാം തെമ്മാടികളും ദുർവൃത്തരുമായിട്ടുള്ള ആളുകളാണ്. ഇവരെ ഇങ്ങനെ അങ്ങ് വിടല്ലേ, ഇവരെ നശിപ്പിച്ച് കളയണേ, അല്ലെങ്കിൽ നിന്നെ ആരാധിക്കാൻ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്മാർ വരെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് നമ്മൾ അപ്പം എന്താ പറഞ്ഞ, ദേ ആർ ദോസ്, ഈ പറയപ്പെട്ട ആളുകളുണ്ടല്ലോ, ഹു ബൈ എറർ, അവർ തെറ്റ് വിലയ്ക്ക് വാങ്ങുന്നവരാണ്. ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ബാക്ക് ഓൺ ദ റൈറ്റ് പാത്ത്സ്, ശരിയായ പാതയിലേക്ക് വരുന്നതിന് പകരം അവർ തെറ്റുകളെ വിലയ്ക്ക് വാങ്ങുക. എന്താ ഇസ്ലാമിൽ എത്ര നല്ല അധ്യാപനങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരാളൊരു വിവാഹം കഴിക്കണമെന്ന് തന്നെ ഇരിക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഇഷ്ടമാണ് ആണെങ്കിൽ അവരെ വിവാഹം നടന്നിരിക്കുന്നു എന്ന് 2 സാക്ഷികൾ വേണം. ആ വിവാഹം നടത്തി കൊടുക്കുന്നു. അതോടുകൂടി ആ ജീവിതം സന്തോഷകരമായി തീരുന്നതിനുള്ള എല്ലാ അവസരവും. ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് വയ്ക്കുന്നത്. പ്രവാചകന്മാർക്ക് പോലും രക്ഷയില്ലാത്ത കാലങ്ങൾ കേട്ടോ. എല്ലാ കാലത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാതെ നോക്കി. പക്ഷെ പാടാ മക്കളെ, ഇത് ഈ അധ്യാപനവുമായിട്ട് മുന്നോട്ട് പോകാൻ. അതല്ല വഴുതി പോകുന്ന അധ്യാപനമായിട്ടാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് കയറാം, ഇറങ്ങാം, എന്തും ചെയ്യാം. അവരുടെ വഴികളൊക്കെയാണ് ശരിയായ വഴി എന്ന് നമ്മൾ പറയേണ്ടി വരും. അത്രയാണ്. ദേ ആർ ദോസ് ഹു ബൈ എറർ ഇൻസ്റ്റെഡ് ഓഫ് കമ്മിങ് ബാക്ക് ഓൺ ദ റൈറ്റ് പാത്ത്സ്, ശരിയായ മാർഗത്തിലേക്ക് വരുന്നതിന് പകരം. എത്ര യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു തആല നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം എളുപ്പമായി തീരാനാണ്, നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പ്രയാസപ്പെട്ട നിയമങ്ങളിലൂടെ, ഞങ്ങൾ കടുത്ത നിയമങ്ങളിലൂടെ ഞങ്ങൾ പോകൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്ന് ഈ മതപുരോഹിതന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ആ മതത്തിലോട്ടൊന്ന് ചെന്ന് നോക്കണം. അപ്പോഴാണ് അറിയുന്നത്. ഈ ചങ്ങലകളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല അവൻ്റെ പക്കൽ നിന്നുള്ള ദൂതനെ ഇങ്ങോട്ട് വിട്ടത്. നിങ്ങൾ ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാകുക. ഈ പരമമായ സത്യം പറയാനും ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും കഴിയാത്ത ദൗർഭാഗ്യവന്മാരെ കൊണ്ടും ദൗർഭാഗ്യവതികളെ കൊണ്ടും ഇതിനകത്താണെന്ന് വെറുതെ പറഞ്ഞിരിക്കുന്ന ഒരു ഫലവുമില്ലാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞു പോയാൽ അതാണോ ജീവിതം? ദേ ആർ ദോസ് ഹു ഡിബേറ്റ്, അവരാണെങ്കിൽ ഭയങ്കര ചർച്ച ചെയ്യുന്നവരാണ്. ഇരുന്ന് ചർച്ച ചെയ്യും, ഡിബേറ്റ് നടത്തും, വാദപ്രതിവാദം നടത്തും. എമംഗ് ദംസെൽസ് അവർ പരസ്പരം വരുന്നു, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതപ്പോഴാണ്, ഇപ്പോഴാണ്. ആൻഡ് പ്ലോട്ട് ടു ഡീവിയേറ്റ് ദ റൈറ്റ്യസ് സോൾസ്, എന്നിട്ട് പദ്ധതിയിടും ഈ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ എങ്ങനെ നമുക്ക് വഴിതെറ്റിക്കാം. ഫ്രം ദ പാത്ത് ഓഫ് ഗോഡ്, ദൈവീക പാതയിൽ നിന്ന് അവരെ എങ്ങനെ വഴി മാറ്റി നടത്താം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. ദൈവീക പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് 700 വഴികൾ, കൽപ്പനകൾ പുറപ്പെടുവിച്ച് വച്ചിരിക്കുകയാണ്. ആ വഴികളിലൂടെ ഒരാൾ അതിലെ ഒരെണ്ണം നിഷേധിച്ചാൽ, ഒരു വഴിയിലൂടെ വിളിക്കുമ്പം വന്നില്ല എങ്കിൽ അവർ പോയി കുണ്ടിലേക്ക്. ഞങ്ങൾ ഇത്രയും സ്വീകരിച്ചതാണ്. അപ്പോൾ നല്ല കാര്യം പറയാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ധൈര്യം കാണിക്കേണ്ട, ആത്മധൈര്യം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ നമ്മി വിട്ടുകള, അതല്ലേ വേണ്ടത്. ദേ ആർ ദോസ് ഹു ഡിബേറ്റ് എമംഗ് ദംസെൽസ്, അവരിരുന്ന് പരസ്പരം ഭയങ്കര ചർച്ച നടത്തും. ആൻഡ് പ്ലോട്ട് ടു ഡീവിയേറ്റ് ദ റൈറ്റ്യസ് സോൾസ്, ഈ നേർമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ എങ്ങനെ നമുക്കവരെ വഴിതെറ്റിക്കാം. യഥാർത്ഥത്തിൽ പോകുന്ന ആളുകളെ ഒന്നും ഒരു പ്ലോട്ടിലും വീഴത്തില്ല. ഫ്രം ദ പാത്ത് ഓഫ് ഗോഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്,
അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ്റെ സാന്നിധ്യത്തിൽ ഇറ്റ് ഈസ് ദേ ഹൂ ബികം ദ ന്യൂ സാത്താൻസ്. ഇത്തരത്തിലുള്ള ആളുകൾ പുതിയ സാത്താന്മാരാണ്, ഷെയ്ത്താന്മാരാണ്. ഇറ്റ് ഈസ് ദേ ഹൂ ബികം ദ ന്യൂ സാത്താൻസ് ഹൂ സ്റ്റാൻഡ് ഇൻ ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ്. നേർപാതയിൽ നിലകൊള്ളുന്ന പിശാചുക്കളാണ് ഇവർ. സോ ദാറ്റ് ടു ഡീവിയേറ്റ് ദ ഫോളോവേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്സ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ പ്രവാചകൻ്റെ പാതയിൽ നിന്നും അവർ വഴിതെറ്റിക്കാൻ ഫ്രം ദ എസ്റ്റാബ്ലിഷ്ഡ് ഡിവൈൻ പാത്സ്. അല്ലാഹു തആല അവൻ്റെ ഒരു ദൂതനിലൂടെ സ്ഥാപിച്ചു നിർത്തിയിരിക്കുന്ന ഈ വഴി തെറ്റിക്കാൻ ആയിട്ട് നിലകൊള്ളുന്ന സാത്താന്മാരാണ് ഇവർ. അള്ളാഹുവും അവൻ്റെ ദൂതനും ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ദൂതന്മാരും അവർ തുറന്നു വെച്ച ദൈവിക പാതയിൽ, അവർ സ്ഥാപിച്ചു നിർത്തിയ ദൈവിക പാതയിൽ കടന്നു കയറിയ പിശാചുക്കളാണ് ഇവർ. ഇവർ വെറുതെ പറയുന്നതാണ് ഇവർ പിശാചുക്കൾ. ആൻഡ് ദേ വെരി വെൽ നോ. ഇത് ഇനി ഇവർക്കിത് നല്ലതുപോലെ അറിയാം. And they very well know that these people and the chosen messenger of Allah are in the right paths. ഈ പറയുന്ന ആളുകളും ഈ ദൂതനും അവർ യഥാർത്ഥമായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഈ ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. ഇവരത് വിട്ട് സഞ്ചരിക്കുന്നവരല്ല എന്നുള്ള കാര്യം നല്ലതുപോലെ ആളുകൾക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതിനെതിരായിട്ട് നിൽക്കുന്നത്. ശിക്ഷ എത്ര കൂടും? പോയി നോക്കി. ആൻഡ് ദേ വെരി വെൽ നോ, അവർക്ക് നല്ലതുപോലെ അറിയാം ദാറ്റ് ദീസ് പീപ്പിൾ, ഈ ആളുകളുണ്ടല്ലോ, ആൻഡ് ദ ചോസൺ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, ഈ അള്ളാഹു തിരഞ്ഞെടുത്ത ഈ മെസ്സഞ്ചറും ദൂതനും ആർ ഇൻ ദ റൈറ്റ് പാത്ത്സ്. അവർ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കയറിയതിന് ശേഷം ഇതനുസരിച്ച് ചെയ്യാതെ ഈ പറഞ്ഞ വിലങ്ങ് തടിയായിട്ട് ഇവർ വെറുതെ ഒരിടത്ത് കുത്തിയിരിക്കുക, ഒരു പ്രവൃത്തിയും ചെയ്യുക. അവർ വിചാരിക്കും അവർ ഞങ്ങൾ അങ്ങനെ എന്ന് പറയാതെ പറ്റുമോ. ഈവൻ ദ ഹോളി ഖുർആൻ ഈസ് വിറ്റ്നസ്. എന്തിനേറെ വിശുദ്ധ ഖുർആൻ പോലും സാക്ഷ്യം പറയുന്നു ടു ദിസ് റിയാലിറ്റി, ഈ പരമമായ സത്യം, ആൻഡ് വെറാസിറ്റി, ഈ ധർമ്മം, ഈ നന്മ, ഓഫ് ദ കമ്മിങ് ഓഫ് മോർ ഡിവൈൻ ഗൈഡ്സ്, ദൈവികമായ വഴികാട്ടികൾ വന്നുകൊണ്ടിരിക്കുമെന്നുള്ളതിന് ഖുർആൻ തന്നെ എത്രയോ തെളിവുകൾ നിരത്തുന്നു. ഹു ഷാൽ കം ടു റീ എസ്റ്റാബ്ലിഷ്. എന്തിനാണ് അവർ വരുന്നത്? ടു റീ എസ്റ്റാബ്ലിഷ്, വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി. ഇല്ലാത്തത് ആളുകളിൽ ഇല്ല ഇത്. അതുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ്, വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടി. ദ സുപ്രീമസി ഓഫ് ദ ഖുർആൻ, വിശുദ്ധ ഖുർആൻ്റെ ആ അപ്രമാദിത്വം ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഓവർ ഓൾ അതർ ബുക്സ്, മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉയരത്തിൽ ഇതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാം ഓവർ ഓൾ അതർ റിലിജൻസ്, എല്ലാ മതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മതം ഇസ്ലാമാണ്. അതിലെ അധ്യാപനങ്ങളാണ്, അതനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പ്രവൃത്തി ഒരു വാശിത്തോടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ജൂത ക്രിസ്തീയ വാദികൾ പോലെ ഈ സമുദായത്തിനകത്തും അത്തരത്തിലുള്ള വാദികളുണ്ടാവും. 73 പിരിയും. അതിൽ 72 നരകത്തിലാണ്, 1 സ്വർഗത്തിൽ പോകും. പറഞ്ഞാൽ ഈ എല്ലാവരും പ്രവാചക നിഷേധികളായിരിക്കും. പ്രവാചക നിഷേധികളാണ് അവർ. നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര, അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര മഹാപ്രഗത്ഭന്മാരായ ഭരണാധികാരികളൊക്കെ ലോകത്തിൽ നിന്നാണ് ഫറോമാരല്ലേ. ആ ഫറോമാർക്ക് എതിരായിട്ട് നിൽക്കാൻ മൂസമാരെ ആണ് സൃഷ്ടിക്കുന്നത്. ഇത് ഫറോമാരുടെ കീഴിൽ പോയി സറണ്ടർ ചെയ്തേ വെച്ച് വന്ന് ഇപ്പുറത്ത് മൂസാരുടെ അടുത്ത് വരുമെന്ന് പറയും. വല്ല അർത്ഥമുണ്ട്? അത് ഫറോമാരോട് പോരാടാനാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളതും പ്രവാചകന്മാരുടെ അനുചരന്മാർ വന്നിട്ടുള്ളതും. ഈ കാലഘട്ടത്തിൽ
ഈ ലോകത്തിലെ ഹറോമാരോട് പോരാടാനാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാതെ അവർക്ക് സറണ്ടറിങ് അല്ല. അത് അവസാന ശ്വാസം വരെ അതിനുവേണ്ടി തന്നെ ആയിരിക്കണം. എന്തിനാ ജീവിക്കുന്നത്? And the Holy Prophet Muhammad, peace be upon, over all other past and future prophets, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അധ്യാപനങ്ങൾ മുൻകടന്നു പോയതും ഇനി വരാനുള്ളതുമായ എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അധ്യാപനങ്ങളാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും കഴിഞ്ഞില്ല, ഇനി പിന്നിൽ ഇതിനെ പഠിപ്പിക്കാൻ വരുന്ന പ്രവാചകന്മാർക്കും കഴിയില്ല. അത്രയ്ക്കും അതിമഹത്തായ, സമ്മോഹനമായ, മഹത്വപൂർണമായ, ഉദാത്തമായ മൂല്യങ്ങളാൽ നിറയപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം വീണ്ടും 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 പഠിപ്പിക്കുന്നതിനായിട്ടും മനുഷ്യാത്മാക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ടും വന്നുകൊണ്ട് അതിൽ കോടാനുകോടി മനുഷ്യരിൽ നിന്നും ചിലപ്പോൾ ഒരാളെങ്ങാണ് അതിനുവേണ്ടി നിലകൊള്ളുന്നവരുണ്ട്. അതാണ് അത് മതി. ഉണ്ടോ എന്നറിയാൻ ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ്, പീസ് ബി അപ്പോൺ ഹിം, ഓവർ ഓൾ അതർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫറ്റ്സ്, അങ്ങനെ നമ്മുടെ പ്രവാചകൻ കൊണ്ടുവന്ന ഈ തത്വസംഹിത, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഈ തത്വസംഹിത, ഈ അമൂല്യമായ തത്വസംഹിത, ഇത് മാനവരാശിക്ക് പുരോഗതിക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതാണ്. ഈ തത്വസംഹിതയെ കാറ്റിപ്പറത്തുന്ന ശാക്തന്മാർ, അവർക്ക് കാറ്റിപ്പറത്തി നടക്കാൻ അത് ചെയ്യാൻ ഉള്ള അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാറ്റിപ്പറത്തിക്കും. കാറ്റിപ്പറത്താത്ത എൻ്റെ ദാസന്മാരും ആളുകളെ നിങ്ങൾ കാണും, നിങ്ങൾ അറിയും. അവരാരും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. എല്ലാവരെയും ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്കിത് കിട്ടിയോ, അറിഞ്ഞോ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹു താല നൽകിയിരിക്കുന്ന ഈ പരിപാവനമായ വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ സിരകളിലൂടെ അതിൻ്റെ പ്രവാഹമായിരിക്കണം. നമ്മുടെ ചിന്തകളിൽ അതായിരിക്കണം. നമ്മുടെ കണ്ണുകളിലും ചെവികളിലും ബുദ്ധിയിലും നാവിലും കൈകളിലും കാലുകളിലും എല്ലാം അത് പ്രവർത്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഇത് അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന്. നമ്മൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത്. ഇത് തിരിച്ചറിയാതെ ഫറോവമാർക്ക് കീഴടങ്ങിയാൽ നിങ്ങളുടെ ഐഹിക ലോകവും പാരത്രിക ലോകവും താൽക്കാലികമായിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖം കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിൻ്റെ അന്ത്യം വളരെ ശോചനീയമായിരിക്കും. അല്ലാഹു തആല അവൻ്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച റബ്ബിന് ആയിരം സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായിട്ട് അന്തസ്സായ നിലയിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവുണ്ടാവണം. ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അധർമ്മകാരികളായ ആളുകളാണ് പ്രശ്നകാരികളെന്ന് പറയുന്നത്. അവർ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതിനകത്ത് നമ്മൾ വീണുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രശ്നം സൃഷ്ടിക്കുന്നവരല്ല, പ്രശ്നം പരിഹരിക്കുന്നവരാണ്. എത്ര വലിയ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമെന്ന് പറഞ്ഞാലും അത് നിസ്സാരമായ നിലയിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പാകെ തുറന്നിരിക്കുന്നു. അള്ളാഹു എളുപ്പമാക്കിയ ഈ ദീനിനെ ശ്രമകരമാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന, ക്ലേശപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അള്ളാഹുവിൻ്റെ സംരക്ഷണയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കട്ടെ. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.